നമസ്കാരം. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 ദിവസമായി വിപണിയിൽ കണ്ട ആവേശം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. കരടികൾ വിപണിയിലേക്ക് ശക്തമായി തിരിച്ചുവന്നു. സെൻസെക്സ് 500 പോയിന്റുകൾ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി 25,650 താഴേക്ക് പോയി. വിപണിയിലെ ഈ തിരുത്തലിന് പിന്നിലെ പ്രധാന കാരണങ്ങളും എയർടെൽ, LIC, ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ വമ്പൻ കമ്പനികളുടെ റിസൾട്ടുകളും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇൻഡിഗോ കമ്പനിക്ക് തിരിച്ചടിയാകുന്ന ഒരു വലിയ അന്വേഷണ ഉത്തരവും വന്നിട്ടുണ്ട്. ഇവയെല്ലാം വിശദമായി നമുക്ക് നോക്കാം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. വിപണിയിൽ ദിവസേനയുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രധാന അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. ആദ്യം തന്നെ വിപണിയുടെ ഇന്നത്തെ പ്രകടനം നോക്കാം. കഴിഞ്ഞ 3 ദിവസത്തെ റാലിക്ക് ശേഷം ഇന്ന് നിക്ഷേപകർ ലാഭമെടുക്കാൻ തുടങ്ങിയതോടെ വിപണി താഴേക്ക് പോയി. സെൻസെക്സ് 504 പോയിന്റ് ഇടിഞ്ഞ് 83,313-ലും നിഫ്റ്റി 133 പോയിന്റ് കുറഞ്ഞ് 25,642-ലുമാണ് ക്ലോസ് ചെയ്തത്. ആഗോള വിപണിയിലെ സൂചനകൾ അത്ര അനുകൂലമായിരുന്നില്ല. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പോസിറ്റീവ് കാര്യം രൂപയുടെ മൂല്യമാണ്. ഡോളറിനെതിരെ രൂപ 14 പൈസ കരുത്താർജിച്ച് 90.33-ലെത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ 92 എന്ന റെക്കോർഡ് തകർച്ചയിൽ നിന്ന് രൂപ തിരിച്ചു കയറുന്നത് ഇറക്കുമതിക്കാർക്ക് ആശ്വാസമാണ്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. തുടർച്ചയായ 3 ദിവസത്തെ റാലിക്ക് ശേഷം വിപണി ഇടിഞ്ഞത് ഒരു സാധാരണ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണോ? നിങ്ങളിന്ന് ഡിപ്സിൽ ഓഹരികൾ വാങ്ങിയോ അതോ വിറ്റുമാറിയോ? ബോട്ട് അല്ലെങ്കിൽ സോൾഡ് എന്ന് താഴെയൊന്ന് കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താൽപ്പര്യമുണ്ട്. ഇനി കോർപ്പറേറ്റ് ലോകത്തെ ഏറ്റവും വലിയ റിസൾട്ടുകൾ നോക്കാം. ടെലികോം ഭീമനായ ഭാരതി എയർടെലിന്റെ ലാഭത്തിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ലാഭം 55% കുറഞ്ഞ് 6,630 കോടി രൂപയായി. ഇത് കേൾക്കുമ്പോൾ വലിയൊരു നെഗറ്റീവായി തോന്നാം. എന്നാൽ അവരുടെ വരുമാനം 20% കൂടിയിട്ടുണ്ട്. മാത്രമല്ല, ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ശരാശരി വരുമാനം അഥവാ ARPU 259 രൂപയായി ഉയർന്നു. ബിസിനസ് വളരുന്നുണ്ടെങ്കിലും ചിലവുകൾ കൂടിയതാകാം ലാഭത്തെ ബാധിച്ചത്. നേരെ മറിച്ച് പൊതുമേഖലാ കമ്പനികൾ ഇന്ന് മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലാഭം 4 മടങ്ങാണ് വർദ്ധിച്ചത്. എണ്ണവില അനുകൂലമായതാണ് അവർക്ക് ഗുണകരമായത്. LIC ആകട്ടെ 17% ലാഭവർദ്ധനവോടെ 12,300 കോടി രൂപ നേടി. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ലാഭം 148% കുതിച്ചുയർന്നത്. കൂടാതെ അവർ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെറ്റൽ ഓയിൽ ഓഹരികൾ കൈവശമുള്ളവർക്ക് ഇത് നല്ല വാർത്തയാണ്. അടുത്തത് ഇൻഡിഗോ എയർലൈൻസ് ഓഹരി ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇൻഡിഗോയുടെ വിമാന റദ്ദാക്കലുകൾക്കും ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നതിനുമെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അന്വേഷണത്തിനുത്തരവിട്ടു. വിപണിയിൽ കുത്തകയുള്ളതുകൊണ്ട് തോന്നിയ പോലെ നിരക്ക് കൂട്ടുന്നു എന്ന പരാതിയിലാണ് അന്വേഷണം. ഇത് ഇൻഡിഗോ ഓഹരികൾക്ക് ഭാവിയിൽ വലിയ തലവേദനയായേക്കാം. ഇവിടെ ഒരു ചോദ്യം. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ അടുത്ത കാലത്ത് ഇൻഡിഗോയിൽ നിന്ന് മോശം അനുഭവമുണ്ടായോ? ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം ക്യാൻസലാവുകയോ അമിത നിരക്ക് ഈടാക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം ഒന്ന് കമന്റ് ചെയ്യാമോ? അവസാനമായി ഇന്ത്യ-US വ്യാപാര കരാറിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞതുപ്രകാരം അടുത്ത 4-5 ദിവസത്തിനുള്ളിൽ സംയുക്ത പ്രസ്താവന വരും. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 18% കുറയ്ക്കും. എന്നാൽ മാർച്ച് 15 മാത്രമേ ഇതിന്റെ പൂർണ്ണമായ നിയമകരാർ ഒപ്പുവയ്ക്കുകയുള്ളൂ. ചുരുക്കത്തിൽ എയർടെല്ലിന്റെ ലാഭ ഇടിവും ഇൻഡിഗോയുടെ അന്വേഷണ വാർത്തയും വിപണിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ LICയും ഇന്ത്യൻ ഓയിലും നൽകുന്ന ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നു. വിപണിയിലെ ഈ ചാഞ്ചാല്യം നിക്ഷേപകർക്ക് നല്ല ഓഹരികൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള ഒരവസരമായി കാണാം. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.